നമസ്കാരം. ജ്യോതിർഗമയ എന്ന ഈ പരിപാടിയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഭൂതം, ഭാവി, വർത്തമാനം, 3 കാലഘട്ടങ്ങൾ. ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠയും കഴിഞ്ഞുപോയ ഭൂതകാലത്തെക്കുറിച്ചുള്ള ചിന്തകളും മനുഷ്യ മനസ്സിനെ ഏറ്റവും കൂടുതൽ മഥിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ കൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മനഃശാസ്ത്രജ്ഞരുടെ നിഗമനമനുസരിച്ച് 75% ഒരു വ്യക്തി തന്റെ ഭൂതകാലത്തിൽ ജീവിക്കുന്നുവെന്നും 15% ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠകളിൽ ജീവിക്കുന്നുവെന്നും ബാക്കിയുള്ള കുറച്ച് ശതമാനം മാത്രം വർത്തമാന കാലഘട്ടത്തിൽ തന്റെ മനസ്സിനെ വ്യാപരിപ്പിക്കുന്നുവെന്നും കണക്കാക്കിയിരിക്കുന്നു. എന്നാൽ നമ്മുടെ ജീവിതം മുഴുവൻ നടക്കുന്നത് വർത്തമാന കാലത്തിലാണ്. വർത്തമാന കാലഘട്ടത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന സമയത്തെ എങ്ങനെ ക്രിയാത്മകമായി ഉപയോഗിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും ഒരു വ്യക്തിയുടെ ജീവിത വിജയം. ഇവിടെ നമുക്ക് ഭാവിയെക്കുറിച്ച് ഉത്കണ്ഠപ്പെട്ട് കളയാൻ സമയമില്ല. ഭൂതകാലത്തെ ചിന്തകളിൽ വ്യാപരിക്കാൻ നമുക്ക് സമയമില്ല. നമുക്ക് ലഭിച്ചിട്ടുള്ള അല്പസമയം നമ്മുടെ പൂർണ്ണ ശ്രദ്ധയും ഈ വർത്തമാന കാലത്തിലായിരിക്കണം. എന്നാൽ എങ്ങനെയാണ് വർത്തമാന കാലത്തിൽ ജീവിക്കേണ്ടത്? ഭൂതത്തെക്കുറിച്ചും ഭാവിയെക്കുറിച്ചുമുള്ള ഉത്കണ്ഠാജനകമായ ചിന്തകളിൽ നിന്ന് എങ്ങനെ നമുക്ക് മാറി നിൽക്കാൻ സാധിക്കും? ചിന്തിക്കേണ്ട വിഷയമാണ് ജ്യോതിർഗമയ. ഇന്ന് ചർച്ചയ്ക്കെടുക്കുന്നതും ഈ വിഷയമാണ്. ഇന്നത്തെ ഈ ചർച്ചയിൽ നമ്മെ മുന്നോട്ട് നയിക്കാൻ എന്നത്തെയും എന്ന പോലെ നമ്മുടെ കൂടെ രാജയോഗിനി ബ്രഹ്മകുമാരി ഷീബ സിസ്റ്റർ ഉണ്ട്. സിസ്റ്റർ, ഇന്നത്തെ എപ്പിസോഡിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ പിരിമുറുക്കങ്ങളെ കുറിച്ചാണല്ലോ സംസാരിച്ചു വന്നത്. വളരെയധികം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. പിരിമുറുക്കങ്ങളില്ലാതെ ജീവിത വിജയം സാധ്യമാണ് എന്ന് നാം കണ്ടു. സാധാരണ പറയുന്നുണ്ട്, ഭൂതകാലത്തിലും ഭാവി കാലത്തിലും നമ്മൾ നമ്മുടെ സമയം നഷ്ടപ്പെടുത്തരുത്, വർത്തമാന കാലത്തിൽ ജീവിക്കണം. ഇത് ജീവിക്കണം എന്നുള്ളത് ശരിയാണ്. പക്ഷേ മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെ പിടിച്ച് വർത്തമാന കാലത്തിൽ എങ്ങനെ നിർത്താൻ സാധിക്കും? എന്താണ് ഈ വർത്തമാന കാലത്തിൽ ജീവിക്കുക എന്നുകൊണ്ട് യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത്? ശരിക്കും നമ്മളടുത്ത് പറയുകയാണ്, ഈ ജീവിതത്തിൽ ഒരു സാക്ഷി ദൃഷ്ടിയായിട്ട് ജീവിക്കാൻ. ഞാനത് പറയുമ്പോൾ ഒരു കഥ ഓർത്തുപോയ സന്ദർഭത്തിൽ, രാമലീല ഉത്സവം നടക്കുന്ന സമയം, അപ്പം അതിൽ രാമനും സീതയും ഒക്കെ ആയിട്ട് വേഷം കെട്ടി രാമായണത്തിന്റെ കഥാപാത്രം നാടകമായിട്ട് അവതരിപ്പിക്കാറുണ്ട്. അപ്പം അങ്ങനെ ഒരു നാടക ട്രൂപ്പ് എല്ലാ രീതിയിലും അവർ സെറ്റിംഗ് ഒക്കെ കഴിഞ്ഞു. പക്ഷെ 2-3 ദിവസം മുന്നേ ഹനുമാൻ അയാൾക്ക് പനി പിടിച്ചുപോയി. അപ്പൊ ഹനുമാനെ പോലെ ആളെ കിട്ടണമല്ലോ. അപ്പൊ അവര് കഷ്ടപ്പെട്ട് അന്വേഷിച്ച ആളെ പോകുന്ന സമയത്ത് ഒരു സൈക്കിൾ റിപ്പയർ ചെയ്യുന്ന ഒരാള്, ഫിഗർ കൊണ്ടൊക്കെ ഓക്കെ ഹനുമാനാവാം. അപ്പൊ അവര് അന്വേഷിച്ച് പോകുന്ന സമയത്ത് ഇയാളിരുന്ന് ഇങ്ങനെ പണിതുകൊണ്ടിരിക്കാം. അപ്പൊ അയാളുടെ അടുത്ത് പോയിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഞങ്ങളുടെ നാടക ഗ്രൂപ്പിൽ ഹനുമാനായിട്ട് റോൾ അവതരിപ്പിക്കാൻ പറ്റുമോ? അപ്പൊ അയാള് പറഞ്ഞു, അയ്യോ, സ്റ്റേജ് കണ്ടാലേ എനിക്ക് വിറയ്ക്കും, എന്റെ കാലം മുട്ടിയിടിക്കും, പിന്നെ വേണ്ട എനിക്ക് പറയാൻ, അതുകൊണ്ട് എന്നെ കൊണ്ട് പറ്റുന്ന പണിയല്ല അത് പറയും. അപ്പൊ ഇവരെ ഇയാളെ പ്രലോഭിപ്പിക്കാൻ തുടങ്ങി. നിങ്ങളൊരു ദിവസം ഈ ഷോപ്പിലിരുന്ന് കിട്ടുന്നതിന്റെ 3 ഇരട്ടി പൈസ ഒറ്റ ദിവസം കൊണ്ട് കിട്ടും. അങ്ങനെ പാവം അവരുടെ പ്രലോഭനത്തിൽ വീണു. അവരുടെ ഒരൊറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ, നിങ്ങളെ പിടിച്ചു കെട്ടി രാവണന്റെ മുന്നിൽ കൊണ്ടുവന്നിട്ട് നീ ആരടാന്ന് ചോദിക്കുമ്പോൾ ഞാൻ രാമഭക്ത ഹനുമാനാണെന്ന് മാത്രം പറഞ്ഞാൽ മതിയെന്ന്. ഇയാൾക്ക് സമാധാനമായി, ഒറ്റ വരിയല്ലേ പറയേണ്ടതുള്ളൂ. അങ്ങനെ അയാൾ പഠിച്ച് തയ്യാറായി, അയാളെ ഡ്രാമ സ്റ്റേജ് റെഡിയായി. രാവണൻ ഉഗ്രഭാവത്തിൽ സ്റ്റേജിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തിക്കൊണ്ട് പറയുകയാണ്, ചോദിക്കുകയാണ്, പിടിച്ചു കെട്ടിക്കൊണ്ടുവന്ന് ഹനുമാന്റെ അടുത്ത് നീ ആരടാന്ന് ചോദിക്കുകയാണ്. അപ്പൊ ഈ സ്റ്റേജിലേക്ക് വന്നപ്പോൾ എല്ലാ ഭാവം കൊണ്ട് ഇയാൾ ആകെ വിടറിപ്പോയി. പുറക്കെ വിളിച്ച് പറയുകയാണ്, ഞാൻ രാമചന്ദ്രൻ സൈക്കിൾ കടക്കാരനാണ്. അപ്പൊ ജീവിതം ഒരു നാടകമാണ്. അപ്പൊ ഈ നാടകത്തില് ഒരു ആക്ടർ എന്നുള്ള ബോധമില്ലാതെ അഭിനയിക്കുന്നവർക്കൊക്കെ സംഭവിക്കുന്നത് ഇങ്ങനെയാണ്. ജീവിതത്തിൽ വേണ്ടത് പറയാനോ വേണ്ടത് ചെയ്യാനോ ഉള്ള ശക്തി മനുഷ്യന് ഇല്ലാതായി പോവുകയാണ്. പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട്, നമ്മുടെ ഫിലിം ആക്ടേഴ്സ് മോഹൻലാലോ മമ്മൂട്ടിയൊക്കെ എപ്പോഴൊക്കെ വളരെ കഠിനമായിട്ടുള്ള ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കേണ്ടി വരുന്നുണ്ടോ, അവരൊരു പക്ഷേ മെന്റലി ശരിക്ക് നിലയിലല്ലാത്ത ഒരാളുടെ, മാനസികമായ മോശം സ്ഥിതിയിലെത്തിയ ആളുടെ, അതല്ലെങ്കിൽ അത്തരത്തിൽ കഠിനമായിട്ടുള്ള വേദനകളിലൂടെ കടന്നു പോകുന്ന ഒരു കഥാപാത്രത്തെ അവരെയൊക്കെ തന്മയത്വത്തോടു കൂടി അവതരിപ്പിക്കുന്ന സമയത്ത് ഇവർക്ക് അവാർഡ് കൊടുക്കാറുള്ളൂ. അപ്പൊ അവാർഡ് കിട്ടണമെങ്കിൽ എന്ത് വേണം? ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള റോൾ ആക്ട് ചെയ്യണം. പക്ഷെ ആ റോൾ അവർ എങ്ങനെ ആക്ട് ചെയ്യണം? ആക്ട് ചെയ്യുന്ന സമയത്ത് എന്റെ ആക്ഷൻ പൂർണ്ണമായിട്ട് ആ കഥാപാത്രം ഉൾക്കൊള്ളുകയും അത് കഴിഞ്ഞ അടുത്ത സെക്കൻഡിൽ ഞാനൊരു ആക്ടർ എന്നുള്ള ബോധം ഉണ്ടാവുകയും വേണം. ഇല്ലെങ്കിൽ അതോടുകൂടി അവരുടെ കഥയും കഴിഞ്ഞു.
അവരെ കഥ ഒരു നാടകമാവും. അപ്പൊ അതുകൊണ്ട് ഈ ജീവിതം ഒരു നാടകമാണ്. ആ നാടകത്തിൽ ഞാൻ എന്റെ റോൾ ആക്ട് ചെയ്യാണെന്നുള്ള പൂർണ്ണ ബോധ്യം നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ചെയ്യുന്ന കർമ്മം 100% പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ സാധിക്കുകയും അതേസമയം അത് കഴിഞ്ഞ അടുത്ത നിമിഷം അതിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആവാൻ സാധിക്കുകയും ചെയ്യും. ആ ഒരു കലയുടെ പേരാണ് സാക്ഷി ദൃഷ്ട എന്ന് വിശേഷിപ്പിക്കുന്നത്. അങ്ങനെ ജീവിക്കുന്ന സമയത്ത് ഞാൻ ഓഫീസിലാണെങ്കിൽ എനിക്ക് നല്ല ബോധ്യം ഉണ്ടാവും ഇതെന്റെ ഓഫീസാണ്. അതുകൊണ്ട് എൻ്റെ മനസ്സും ശരീരവും ഓഫീസിലുണ്ടായിരിക്കും. അതുകൊണ്ട് ഈശ്വരന്റെ സ്മൃതിയിലൂടെ ഈശ്വരീയ സേവനായിക്കൊണ്ട്, എന്തുകൊണ്ട് ഈശ്വരീയ സേവനം കർമ്മയോഗം എന്നൊക്കെ ഇതിന് പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ 2 വിധത്തിലാണ് മനുഷ്യന്മാരുടെ കർമ്മം. പലപ്പോഴും എനിക്കത് ഫീൽ ചെയ്യാറുണ്ട്. കുടുംബങ്ങളുള്ളിൽ ഈശ്വരന് വേണ്ടി കുറച്ച് നിവേദ്യം ഉണ്ടാക്കാൻ വിചാരിക്കും. ഒരമ്മ പായസം ഉണ്ടാക്കുകയാണെങ്കിൽ ആദ്യം വീടൊക്കെ അടിച്ചു വിളിച്ച് അടുക്കള വൃത്തിയാക്കി പാത്രം കഴുകി ശുദ്ധാക്കി അമ്മ പോയി കുളിച്ചു വന്നിട്ട് പ്രസാദം ഉണ്ടാക്കും. എന്തുകൊണ്ട് ഇത്രയൊക്കെ കഷ്ടപ്പെടുന്നത്? ഈശ്വരനുള്ള സേവയാണ്. അതേസമയം നമ്മുടെ വീട്ടിൽ ആഹാരം ഉണ്ടാക്കണമെങ്കിൽ സോ സിമ്പിൾ. എന്നിട്ട് ചിലപ്പോൾ ബാത്റൂം കുളിച്ചിട്ട് പോലും ഉണ്ടാവില്ല, വായ പോലും കഴുകിയിട്ടുണ്ടാവില്ല. കഴിഞ്ഞിട്ട് 11 മണിക്ക് പല്ല് തേക്കുന്ന അമ്മമാര് ഞാൻ കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ട്? അതെന്റെ മക്കൾക്ക് ആഹാരം ഉണ്ടാക്കി. മീൻസ് എന്റെ എങ്കിൽ അവിടെ വിട്ടുവീഴ്ചകൾ ഉണ്ടാവും, ഭഗവാന്റെ എങ്കിൽ വിട്ടുവീഴ്ച ഉണ്ടാവില്ല. അതുകൊണ്ടാണ് കർമ്മയോഗത്തിന്റെ സാക്ഷി ദൃഷ്ടയായിട്ട് കർമ്മം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം, ഇത് എനിക്ക് ഈശ്വരനാൽ നിയോഗിക്കപ്പെട്ട കർമ്മം മാത്രമാണ്. അത് ഈശ്വരീയ സേവനാണ്. നിങ്ങൾ ഗവൺമെന്റ് ഓഫീസിൽ ജോലി ചെയ്യുകയാണെങ്കിലും പ്രൈവറ്റ് ഫേമിൽ ജോലി ചെയ്യുകയാണെങ്കിലും മറ്റ് കൂലിപ്പണി നിങ്ങൾ ചെയ്യുകയാണെങ്കിലും എൻ്റെ വീട്ടിൽ ആഹാരം ഉണ്ടാക്കുകയാണെങ്കിലും അടിച്ചുളിക്കുകയാണെങ്കിൽ ഈവൻ ഞാൻ കുളിക്കുകയാണെങ്കിൽ പോലും മൈ പേഴ്സണൽ വർക്ക്സ് അതും ഈശ്വരന് ഞാൻ ചെയ്തിരിക്കേണ്ട ഒരു ഡ്യൂട്ടിയാണ്. ആ ഒരു ഭാവത്തിൽ കർമ്മം ചെയ്യുമ്പോൾ ഒരു കർമ്മത്തിലും 1% വിട്ടുവീഴ്ച നമുക്ക് സാധ്യമല്ല. അവിടെ കമ്മിറ്റ്മെന്റ് ആൻഡ് കോൺസെൻട്രേഷൻ. കർമ്മയോഗത്തിന്റെ പ്രിൻസിപ്പിൾ എന്താ പറയുന്നത്? കർമ്മണ്യേവാധികാരസ്തേ മാ ഫലേഷു കഥാജന. നീ കർമ്മം ചെയ്യൂ, ഫലത്തിൽ ഇച്ഛിക്കാതിരിക്കൂ. എന്തുകൊണ്ട് ഇച്ഛിക്കാതിരിക്കാൻ പറയുന്നു? ഇച്ഛകൊണ്ടുള്ള കർമ്മം നിനക്ക് ഒരിക്കലും പെർഫെക്റ്റ് ആയി ചെയ്യാൻ സാധ്യമല്ല. അപ്പൊ കർമ്മ ഡൺ വിത്ത് കോൺസെൻട്രേഷൻ പറയുന്നത് എനിക്ക് പൂർണ്ണ ഏകാഗ്രതയോടുകൂടി പൂർണ്ണ സമർപ്പണത്തോടുകൂടി ആ കർമ്മം ചെയ്യണം. അതേസമയം എന്റെ മനസ്സിനെയും ബുദ്ധിനെയും കർമ്മം കഴിഞ്ഞാൽ ആ ഫയൽ അവിടെ ക്ലോസ് ചെയ്യാൻ പറ്റണം. അതെപ്പോ മാത്രം പറ്റും? അപ്പൊ അതെപ്പോ മാത്രം സംഭവ്യമാവും? മറ്റൊരാൾക്ക് വേണ്ടി ചെയ്യുകയാണെങ്കിൽ എനിക്ക് അങ്ങനെ ഡിറ്റാച്ച്ഡ് ആവാൻ കഴിയുള്ളൂ. ഞാൻ എന്റേന്ന് വിചാരിച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, എന്തായാവോ അതിന്റെ റിസൾട്ട്, നന്നായി ആവോ മോശമായി ആവോ, ഓൾവേസ് എന്റെ മനസ്സ് അവിടെ ബൗണ്ടഡ് ആയിരിക്കും. ഭഗവാന്റെ ആവുമ്പോ ബൗണ്ടഡ് ആവുന്നില്ല. ബെഞ്ചി, ഇവിടെ നേരത്തെ പറഞ്ഞൊരു കാര്യത്തിലേക്ക് തിരിച്ചു വരികയാണ്. ആക്ടർ കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞു. അത് സാക്ഷിയായി ജീവിതത്തെ കാണുന്ന നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. പക്ഷേ അത് ഒരു ആക്ടർ ആയിരിക്കുമ്പോൾ അത് വളരെ മനോഹരമായി ചെയ്യാൻ കഴിയും. കാരണം ഇത് തീർച്ചയായിട്ടും നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു മനോഭാവമാണെന്ന് തോന്നുന്നു. കാരണം ഒരു ആക്ടർക്ക് വേറൊരു ആക്ടറെ ഗുണദോഷിക്കാനോ അല്ലെങ്കിൽ അവരെ തിരുത്താനോ ഉള്ള അധികാരം തീർച്ചയായിട്ടും ഒരു നാടകത്തിൽ അല്ലെങ്കിൽ ഒരു സിനിമയിൽ ഇല്ല, അല്ലേ? അത് ഈ പറഞ്ഞ പോലെ ഡയറക്ടറുടെ ജോലിയാണ്. അപ്പൊ ഈ മനോഭാവം എത്രത്തോളം നമ്മളെ സഹായിക്കും? ആ ഒരു മനോഭാവേ ജീവിതത്തിൽ സക്സസ് ആവാൻ ഒന്നാമത്തെ ഗുണം. കാരണം നിങ്ങൾക്കൊരാളെയും പറഞ്ഞിട്ട് തിരുത്താനാവില്ല. നിങ്ങൾ കർമ്മം കൊണ്ടേ ഒരാളെ തിരുത്താൻ കഴിയുള്ളൂ. കർമ്മത്തിന് മാത്രമേ മറ്റൊരാളുടെ കർമ്മത്തെ ഉദ്ധരിക്കാനുള്ള ശക്തിയുള്ളൂ. വാക്കിനൊരിക്കലും മറ്റൊരാളുടെ കർമ്മത്തെ ഉദ്ധരിക്കാനുള്ള ശക്തിയില്ല. അതുകൊണ്ട് കർമ്മം കൊണ്ട് കർമ്മത്തെ തിരുത്താൻ നിങ്ങൾ ഒരു ആക്ടർ എന്നുള്ള ഭാവത്തിൽ നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ, ഇനി ആക്ടറായിട്ട് ചെയ്യുന്ന സമയത്ത് എന്റെ വില്ലനായിട്ടുള്ള ആള് മോശമായിട്ട് ആക്ട് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ടല്ല ആക്ടർ ചെയ്യാറ്. എന്റെ ആക്ഷൻ ദ ബെസ്റ്റ് ആയിരിക്കണം. ആ ആക്ടർ കോൺഷ്യസ് ഓട്ടോമാറ്റിക്കലി വില്ലന്മാർ എന്ത് ചെയ്യുന്നു നോക്കില്ല, ഞാൻ എന്റെ ആക്ഷൻ കൃത്യമായിരിക്കും എന്നുള്ള ബോധ്യം ഉണ്ടാവും. അവിടെ നമ്മുടെ കർമ്മം, ഏതൊരു കർമ്മവും ശരിയായ കർമ്മം മാത്രം വരാൻ തുടങ്ങും. ശരിയായ കർമ്മം ശരിയായ റിസൾട്ട് തരും. അപ്പോൾ ഓരോ ആക്ടർക്കും അവരവരുടേതായ റോൾ, അല്ലേ? അതെ. അപ്പൊ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്റെ റോളിൽ മാത്രം. അപ്പോ വില്ലൻ റോൾ അഭിനയിക്കുന്നവരും അല്ലെങ്കിൽ കാരണം പിരിമുറുക്കങ്ങളെല്ലാം ഇവിടെ നിന്നാണല്ലോ തുടങ്ങുന്നത്. അപ്പോ അവരവരുടെ റോളിനെ അവരവരുടെ പാട്ടിൽ അവരഭിനയിക്കട്ടെ. നമുക്ക് എന്ത് ചെയ്യണം? എന്റെ റോളിനെ ഏറ്റവും നന്നായി ചെയ്യണം. എന്റെ റോള് ചെയ്യണമെങ്കിൽ ഞാൻ ആരെന്ന് മനസ്സിലാക്കണം. ഞാൻ എന്ന ബോധത്തിൽ, ഞാൻ ആത്മാ എന്നുള്ള എന്റെ യഥാർത്ഥമായിരിക്കുന്ന ആത്മബോധത്തിൽ ഇരുന്നു കൊണ്ട് എന്റെ കർമ്മം ചെയ്യുന്നെങ്കിൽ ഞാൻ ആക്ടർ എന്നുള്ള ബോധത്തിൽ ഏത് കർമ്മവും എനിക്ക് ചെയ്യാൻ കഴിയും. ആക്ടർ എന്ന ബോധത്തിൽ ചെയ്യുമ്പോൾ എനിക്ക് ഏറ്റവും നന്നായി സ്നേഹം കൊടുക്കാൻ കഴിയും. കാരണം നിങ്ങൾ കണ്ടിട്ടുണ്ടോ, നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാവുന്ന സ്നേഹത്തിന്റെ എക്സ്പ്രഷനേക്കാൾ കൂടുതൽ എക്സ്പ്രസീവ് ആയിരിക്കും ഒരു സിനിമയിൽ കാണിക്കുന്ന എക്സ്പ്രഷൻ. കാരണം അവിടെ എക്സ്പ്രസ് ചെയ്യാൻ ബാധ്യസ്ഥരാണ്. അപ്പൊ നമ്മൾ എപ്പോ ഞാൻ ആക്ടർ ആണെന്നുള്ള ബോധം ഉണ്ടാവുന്നു, അവിടെ നിങ്ങൾക്ക് പ്യൂർ ലവ് കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഒരു ആക്ടർ എന്നുള്ള ബോധം ഉണ്ടാകുമ്പോൾ പ്രതീക്ഷിക്കാതെ നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കും. ഒരു ആക്ടർ എന്നുള്ള ബോധം ഉണ്ടെങ്കിൽ എന്റെ കർമ്മം ദ ബെസ്റ്റ് ആയിട്ട് ചെയ്യാൻ സാധിക്കും.
അങ്ങനെ ഏതൊരു കാര്യത്തിനും ദ ബെസ്റ്റ് നിങ്ങൾക്ക് വേണോ, അതിനാവശ്യം ഞാൻ ആത്മാ എന്നുള്ള ബോധമാണ്, ഞാൻ ആക്ടർ എന്നുള്ള കോൺഷ്യസ് ആണ്. ബെഞ്ചി, അതിലേക്ക് വീണ്ടും വരാം. നേരത്തെ പറഞ്ഞു നമ്മൾ നമ്മുടെ വാക്കുകളല്ല പ്രവർത്തിക്കുന്നത്, മാറ്റം കൊണ്ടുവരാൻ വാക്കുകളെക്കാൾ കൂടുതൽ കർമ്മത്തിനാണ് കഴിയുന്നത്. അത് പറയുമ്പോൾ തന്നെ നമ്മുടെ പിരിമുറുക്കം ഉണ്ടാവുന്നതിൽ ഏറ്റവും കൂടുതൽ പലരും പറയുന്നുണ്ട്, ഞാൻ പലതവണ പറഞ്ഞ് മടുത്തു, പലതവണ പറഞ്ഞിട്ടും മാറ്റം ഉണ്ടാവുന്നില്ല. അപ്പൊ ഇവിടെ പറയാതെ എങ്ങനെ നമ്മൾ ആ ഒരു ഊർജത്തെ അവരിലേക്ക് നമുക്ക് എത്തിക്കാൻ സാധിക്കും? നമുക്ക് കാര്യം നടക്കുകയും വേണം, എന്നാൽ പറഞ്ഞിട്ട് ഫലം ഉണ്ടാവുന്നില്ല എന്ന അവസ്ഥ ഉണ്ടാവാനും പാടില്ല. എന്ത് ചെയ്യണം? ഒരു റോൾ മോഡലാവണം നമുക്ക്. കാരണം നമ്മൾ ചെയ്യുന്ന കർമ്മത്തിലൂടെ അവർക്കൊരു ഉൾവിളി ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കണം. അതായത് 2 വിധത്തിൽ നമുക്ക് ആളുകളെ കൊണ്ട് കാര്യം ചെയ്യാം. ഒന്നുകിൽ നമ്മുടെ ഫോഴ്സ് ഉപയോഗിച്ചിട്ട്, അല്ലെങ്കിൽ ഇൻസ്പിറേഷനിലൂടെ. ഇൻസ്പിറേഷൻ ഇന്ന് ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ പോലെ ഫോഴ്സ് ഉപയോഗിക്കുക ചെയ്യുക. കാരണം നിങ്ങൾ അത് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ജോലി പുറത്താവും. അവിടെ നിങ്ങൾ ചെയ്തേ പറ്റൂ. വീട്ടിലും അത് കൂടുതലായി ജോലിയിൽ തീർച്ചയായിട്ടും നമുക്കറിയാം. വീട്ടിലും നീ അത് ചെയ്തില്ലെങ്കിൽ നിനക്കതില്ല, അല്ലെങ്കിൽ നീ ഇവിടത്തെയല്ല, നീ ഇവിടത്തെയല്ല, നീ എന്റെ മോനല്ല, നീ എന്റെ മോളല്ല. അതെ, നിങ്ങൾ എന്തിനാ അച്ഛനായി എന്ന് ചോദിക്കുന്ന മക്കളും ഉണ്ട്. രണ്ടും കാണാറുണ്ട്. അതുപോലത്തെ ചിന്തയൊക്കെ ഉണ്ടാവണം. എന്റെ മൂല കാരണം എവിടെയാണ്? ഇതെല്ലാം എക്സ്പെക്ടേഷൻസ്. അതുകൊണ്ട് ഒരു ആക്ടർ എന്നുള്ള കോൺഷ്യസ് ഇവിടെ നിങ്ങൾ നിന്നൊക്കെ രക്ഷിക്കും. അതുകൊണ്ട് നമുക്ക് ഒരൊറ്റ പോംവഴി എല്ലാ സ്ട്രെസ്സിനും കൂടി ഇല്ലാതാക്കണമെന്നുണ്ടെങ്കിൽ സെൽഫ് ഡെവലപ്മെന്റ്, സ്വയം അവനവന്റെ വികാസം, എന്റെ ഉള്ളിലിരിക്കുന്ന ശക്തിയെ പൂർണ്ണമായിട്ട് ഭാവത്തിൽ കൊണ്ടുവന്നാൽ മറ്റുള്ളവർക്ക് ഇൻസ്പിറേഷൻ ആവാൻ സാധിക്കും. 2, ഒരു ഗ്രൂപ്പ് വർക്കിൽ നിങ്ങൾ നോക്കി എപ്പോഴും കാണാം. ഞാൻ പലപ്പോഴും അനുഭവിച്ച് കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു ടീം ഒരു 35 ആള് പ്രവർത്തിക്കുന്നെങ്കിൽ അതിൽ 5 ആള് ഇൻസ്പിറേറ്റീവ് ആയിരിക്കും, ബാക്കിയുള്ള 30 ആള് അവർ ഇൻസ്പിറേഷൻ കൊണ്ട് പ്രവർത്തിക്കുന്നവരായിരിക്കും. ആ 5 ആൾ ഒരാൾ നിങ്ങളാവുമെങ്കിൽ നിങ്ങൾക്ക് ആരെയും ഫോഴ്സ് ചെയ്യേണ്ടി വരില്ല. ആ 5 ആൾ ഒരാൾക്കാവണമെങ്കിൽ എന്ത് വേണ്ടി വരും? നിങ്ങൾ ഡെവലപ്പ് ചെയ്യണം. നിങ്ങൾ അതിന് നമുക്ക് എന്ത് വേണം? ഈശ്വരനുമായിട്ടുള്ള ശക്തി. വേറെ എവിടെ നിന്ന് ശക്തി കിട്ടും? എന്ന് വെച്ചാൽ ഞാൻ മറ്റുള്ളവരിലേക്ക് അധികം ശ്രദ്ധിക്കാതെ എനിക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ഉത്തരവാദിത്വത്തോടുകൂടി ഞാൻ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ എനിക്കും ഒരു ഇൻഫ്ലുവൻഷ്യൽ പേഴ്സണാലിറ്റി, അതായത് മറ്റുള്ളവരെ പ്രചോദിപ്പിക്കുന്ന ഒരു വ്യക്തിത്വമാവാമെന്നാണ്. തീർച്ചയായിട്ടും. മറ്റുള്ളവർ ചെയ്യുന്നത് ശ്രദ്ധിക്കേണ്ടെന്നല്ല, നമുക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ടാവും. ഇപ്പൊ ഞാനാണ് ഈ ഗ്രൂപ്പിന്റെ ലീഡർ എങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവരെന്ത് ചെയ്യുന്നു എന്ന് നോക്കാനും അവർക്ക് വേണ്ട ഒരു അപ്രീസിയേഷൻ കൊടുക്കാനും ഞാൻ ബാധ്യസ്ഥയാണ്. മാത്രമല്ല, മറ്റുള്ളവർ നമ്മുടെ കൂടെ അല്ലെങ്കിൽ നമ്മുടെ താഴെയുള്ളവർ തെറ്റുകൾ ധാരാളം വരുത്തുന്നുണ്ടാവും. അവിടെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഒരിക്കലും ബട്ട് ഉപയോഗിക്കാതെ, നമ്മൾ പലപ്പോഴും എന്താ ഞാൻ കാണാറെന്നറിയാം, നിങ്ങൾ ഇത്രയൊക്കെ നന്നായി ചെയ്തിട്ടുണ്ട് കേട്ടോ, പക്ഷേ വന്ന എല്ലാവർക്കും എന്തറിയാം, എന്നാലേ ഇത് ബാക്കി പറയാൻ വേണ്ടിയിരുന്നതായിരിക്കും. അവിടെ ഒരു ഡിഫെൻസീവ് മെക്കാനിസം ഒരു ക്രിയേറ്റ് ചെയ്യും. പിന്നെ 1ാമത്തെ പ്രാവശ്യം 2ാമത്തെ പ്രാവശ്യം നിങ്ങളത് പറഞ്ഞു കഴിയുമ്പോൾ 3ാമത്തെ പ്രാവശ്യം നിങ്ങൾ ആദ്യം അവർ നല്ലത് പറയാൻ തുടങ്ങുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് അവരുടെ ഡിഫെൻസീവ് മെക്കാനിസം ആക്റ്റീവായി. അടുത്ത എന്താ പറയാ അറിയോ? എന്തോ നിങ്ങളോട് പറയാണ്ട് ഇതാ തുടങ്ങിയതാണ്. അതുകൊണ്ട് പക്ഷേ വേണ്ട. ഒപ്പം നമ്മൾ എന്താ പറയാ, ഇതൊക്കെയോ ആണ്, ഇതും കൂടി തിരുത്തിയ മക്കളെ ഈ പക്ഷേ ഒഴിവാക്കുക, എന്നിട്ട് കൂട്ടുക, ഏണ്ടാക്കുക, നമ്മൾ ബട്ട് മാറ്റി ഏണ്ടാക്കുക. എന്നവർക്ക് കേൾക്കാനൊരു സുഖമുണ്ട്. ഇതും കൂടി ആക്കിയാൽ നിങ്ങൾ ഇത്രയും ഹയസ്റ്റ് ആവുമായിരുന്നു. ഈ ഒരു മോട്ടിവേഷനാണ് ഒരു ടീമിന് എപ്പോഴും ആവശ്യം. അങ്ങനെ നിങ്ങൾ കൊടുത്തു നോക്കൂ. ഏതൊരു സ്ഥലത്തും നമ്മൾ താഴെയുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അങ്ങനെ ഒരു അപ്രീസിയേഷൻ പ്ലസ് മോട്ടിവേഷൻ ആവശ്യമാണ്. മേലെയുള്ളവരാണോ റെസ്പെക്ട് പ്ലസ് മോട്ടിവേഷൻ ആവശ്യമായിരിക്കും. നമ്മുടെ സമന്മാരാണോ അവർക്ക് നമ്മൾ റെസ്പെക്ട് പ്ലസ് മോട്ടിവേഷൻ ആവശ്യമായിരിക്കും. സർ, സാധാരണ ഈ ടീം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ബാഹ്യമായിട്ടുള്ള ചില കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുക. ഒരു ജോലി സ്ഥലത്തുള്ള ടീം, അല്ലെങ്കിൽ നമ്മുടെ ഒരു കളിക്കാനുള്ള ടീം. പക്ഷെ യഥാർത്ഥത്തിൽ കുടുംബം തന്നെ ഏറ്റവും വലിയ ടീം എന്ന് പറയുന്നത് കുടുംബമാണ്. അതിലെ ടീം ക്യാപ്റ്റൻ നമ്മുടെ അച്ഛനും അതുപോലെ തന്നെ നമ്മൾ അതിലെ ടീം മെമ്പേഴ്സും ആണ്. അതുകൊണ്ടല്ലേ പറയാം, ഫാദർ ആൻഡ് മദർ, ഐ ലവ് യു. അതാണ് ഒരു ഫാമിലി എന്ന് പറയുന്നത്. സ്നേഹത്തിന് പങ്കുവെക്കാൻ വേണ്ടി ഒരു കൂട്ടം ആളുകൾ കൂടുന്നതിന് മാത്രമേ എന്ത് പറയാറുള്ളൂ, കുടുംബം എന്ന് പറയുന്നുള്ളൂ. അപ്പൊ അതിലെ പാരന്റ്സ് നമ്പർ 1 ആക്ടേഴ്സ് ആയിരിക്കണം. അതിലെ മക്കള് അവരുടെ റോള് നമ്പർ 1 ആയിരിക്കണം. പക്ഷെ ഓരോരുത്തർക്കും ഒരു ബോധ്യം തീർച്ചയായിട്ടും വേണം. ഇല്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു സെപ്പറേഷൻ ഒരു ചേഞ്ച്, അത് ഡെത്ത് കൊണ്ടാവാം, ഒരു മറ്റേതെങ്കിലും കാരണങ്ങൾ കൊണ്ടാവാം. ഒരുപക്ഷെ ജോലിക്ക് വേണ്ടി സെപ്പറേഷൻ ഇന്ന് ലോകത്ത് സംഭവിക്കുന്ന മരണം കൊണ്ട് മാത്രമൊന്നുമല്ല. ഫിനാൻഷ്യൽ ക്രൈസിസിന് രക്ഷപ്പെടാൻ വേണ്ടി അച്ഛന്മാർക്ക് വിദേശത്ത് പോയി ജോലി എടുക്കേണ്ടി വരുന്നുണ്ട്. സെപ്പറേഷൻ തന്നെയല്ലേ അനുഭവിക്കുന്നത്. ഇവിടെ ഇപ്പൊ ഫാമിലിയെ കുറിച്ച് പറഞ്ഞപ്പോ ഒരു പ്രോബബിലിറ്റി, സാധാരണ അച്ഛനും അമ്മയും കുടുംബത്തിന്റെ നെടുന്തൂണാണ്. അവരാണ് നയിക്കേണ്ടത്, മുന്നിൽ നിന്ന് നയിക്കേണ്ടത്. അങ്ങനെ അല്ലാത്ത സാഹചര്യങ്ങളും ഉണ്ടാവുന്നില്ലേ ഇൻ കേസ്? അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ കുട്ടികൾ അവർക്ക് റോൾ മോഡൽ ഇല്ലാതാകുമ്പോൾ, അങ്ങനെ ധാരാളം ബ്രോക്കൺ ഫാമിലീസിനെ കുറിച്ച് നമ്മൾ കേൾക്കുന്നു.
മനഃശാസ്ത്രജ്ഞർ ഒരുപാട് അതിൽ റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ അച്ഛനും അമ്മയും ചെയ്യുന്ന അല്ലെങ്കിൽ അവരുടെ കർമ്മങ്ങളിൽ ഉണ്ടാകുന്ന പിഴവ് മൂലം കുട്ടികൾക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുന്നു. അങ്ങനെയുള്ള ഘട്ടത്തിൽ കുട്ടികൾ എന്ത് ചെയ്യണം? അവിടെ ഫാമിലിയുടെ ആ പവർ ഷിഫ്റ്റ് അത് മാറിപ്പോകുന്നില്ല യഥാർത്ഥത്തിൽ. തീർച്ചയായിട്ടും അങ്ങനെയുള്ള കുട്ടികളെ രക്ഷിക്കുക എന്നുള്ളത് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയാണ്. അത് സമൂഹത്തില് സാമൂഹ്യ സേവനം എന്ന് എന്റെ ജീവിതത്തിന്റെ ഭാഗം എന്ന് വിചാരിക്കണം. എല്ലാ മനുഷ്യന്മാർക്കുണ്ടല്ലോ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. അപ്പൊ എന്റെ കുടുംബത്തിൽ എന്റെ പെങ്ങളുടെ എന്റെ ജ്യേഷ്ഠന്റെ ആരുടെയും ഒരു ഫാമിലി ബ്രോക്കൺ ആവുന്നുവെങ്കിൽ ആ കുട്ടികൾക്ക് വഴികാട്ടിയാവാനുള്ള റെസ്പോൺസിബിലിറ്റി അവരുടെ സഹകുടുംബങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ഉണ്ട്. അത് നമ്മൾ പറയും സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന്. അവിടെ ഏതെങ്കിലും ഒരു പോർഷനിലേക്ക് അവരെ ഷിഫ്റ്റ് ചെയ്യും, അവർക്കൊരു മോഡൽ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് അത്യാവശ്യമാണ്. അതില്ല എങ്കിൽ ആ കുട്ടികൾ അണ്ടർ ക്രൈസിസിൽ എന്തും ചെയ്യാനായിട്ട് തയ്യാറാവുന്നു. അവിടെ അവർ ഒന്നുകിൽ വല്ലാതെ ഡിപ്രസ്ഡ് ആയ പേഴ്സണാലിറ്റീസ് ആവും, അതല്ലെങ്കിൽ അവർ റിയാക്റ്റീവ് പേഴ്സണാലിറ്റീസ് ആവും. രണ്ട് രീതിയും സംഭവിച്ചതിന് ഒറ്റ കാരണം ഉണ്ടായിരിക്കുള്ളൂ, അവർക്ക് യഥാർത്ഥ ഒരു ഗൈഡ് ഇല്ലാതെ പോകുന്നു. അത് നമ്മുടെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയാണ്. അതിനാണ് നമ്മൾ എല്ലാവരും ചേട്ടൻ അനിയൻ ഒരു വീട്ടിലൊരു കുടുംബം എന്നൊരു അർത്ഥം പൂർണ്ണമാവുന്ന 4 പേര് കുടുംബമല്ലല്ലോ, അതിലൊരുപാട് കുടുംബങ്ങൾ ഉണ്ടാവും. അപ്പൊ ആ ഒരു വലിയ കുടുംബത്തിന്റെ ഉള്ളിൽ ഒരു കുടുംബത്തിന് അങ്ങനെ ഒരു അവസ്ഥ വന്നുവെങ്കിൽ മാക്സിമം അങ്ങനെ സംഭവിക്കാതിരിക്കാൻ നോക്കേണ്ടതും നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. വരുന്നുവെങ്കിൽ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിക്ക് അത് ആ പവർ ഷിഫ്റ്റ് ആവശ്യമാണ്. സിസ്റ്റർ, അങ്ങനെയുള്ള കുട്ടികൾ ഇപ്പൊ അങ്ങനെയുള്ള ധാരാളം കുടുംബങ്ങളിൽ അങ്ങനെയുള്ള റിപ്പോർട്ട് വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ളവർ ഈ പരിപാടി കാണുന്നുണ്ടെങ്കിൽ ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിന് നൽകാനുള്ള സൊല്യൂഷൻ എന്താണ്? തീർച്ചയായിട്ടും ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൽ അങ്ങനെയുള്ള ഏതൊരു കുട്ടിക്കാണെങ്കിലും അവർക്ക് വേണ്ട ഗൈഡൻസും സപ്പോർട്ടും കൊടുത്തുകൊണ്ട് വളർത്താനുള്ളതായിട്ടുള്ള പൂർണ്ണ സപ്പോർട്ട് ഈശ്വരീയ വിശ്വവിദ്യാലയം ചെയ്യാറുണ്ട്. ഈശ്വരീയ വിശ്വവിദ്യാലയത്തിലെ ബ്രാഞ്ചസ് ലോകത്ത് 137 രാജ്യങ്ങളിൽ നമ്മുടെ ഈശ്വരീയ വിശ്വവിദ്യാലയം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ഭാരതത്തിൽ തന്നെ 8500 ശാഖകളോടുകൂടി ഇത് പ്രവർത്തിക്കുന്നുണ്ട്. എവിടെ വേണമെങ്കിലും ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഏതൊരു കുട്ടിക്കും എനിക്ക് ഗൈഡൻസ് വേണം, ഹെൽപ്പ് വേണമെങ്കിൽ യാതൊരു വിധത്തിലുള്ളതായിട്ടുള്ള ഫീസോ അല്ലെങ്കിൽ മറ്റൊരു ഡിമാൻഡോ ഇല്ലാതെ അവരെ സഹായിക്കാൻ വേണ്ടി ഈശ്വരീയ വിശ്വവിദ്യാലയം തയ്യാറാണ്. എത്ര കാലം കോഴ്സ് പഠിക്കാൻ വരികയാണെങ്കിലും ഫീസ് വാങ്ങുന്നില്ല? ഇല്ല. ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൽ നിങ്ങൾക്ക് ലൈഫ് ടൈം, കാരണം നമ്മൾ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായിരുന്ന ഒരു പ്രാവശ്യം സംസാരിച്ചപ്പോൾ ആഹാരം പരമപ്രധാനമായ ഒരു ഘടകമാണ് ആരോഗ്യത്തിന്. അതുപോലെ ശുദ്ധ സങ്കല്പങ്ങളും പരമപ്രധാനമായിട്ടൊരു ഘടകമാണ് ആത്മീയ ആരോഗ്യത്തിന്. അപ്പൊ ആത്മീയ ആരോഗ്യമുള്ള വ്യക്തിത്വങ്ങളെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിന്റെ ലക്ഷ്യം തന്നെ. അതുകൊണ്ട് ഈശ്വരീയ വിശ്വവിദ്യാലയം ഒരിക്കലും ഒരു കാരണവശാലും ആരിൽ നിന്നും ഫീസ് ഈടാക്കാറില്ല. അതുകൊണ്ട് ആർക്കും ഒന്ന് സൗജന്യമായിട്ട് പഠിക്കാവുന്ന ഒന്നാണ് ഇവിടെ. ആ രാജയോഗ അഭ്യാസത്തിന് വേണ്ടതായിട്ടുള്ള ട്രെയിനിങ് അവർക്ക് അവൈലബിൾ ആണ്. അതും മാത്രമല്ല പേഴ്സണൽ ഗൈഡൻസ്. ഈശ്വരീയ വിശ്വവിദ്യാലയത്തിലെ ദീദിമാര് അഥവാ സിസ്റ്റർമാര്, ബഹൻജിമാര് പല പേരിൽ പല സ്ഥലങ്ങളിലനുസരിച്ച് പറയാറുണ്ട്. അപ്പൊ ആ സ്ഥലങ്ങളിലെ ദീദിമാരെടുത്തുനിന്ന് ഏതൊരാൾക്കും അവനവന്റെ ലൈഫിലേക്ക്, കുട്ടികളെന്ന് മാത്രമല്ല ഫാമിലി പേഴ്സൺസ് ആണെങ്കിലും ഹസ്ബൻഡ് വൈഫിനാണെങ്കിലും അല്ല ഭാര്യ ഭർത്താക്കന്മാർക്കാണെങ്കിലും ഒറ്റയ്ക്കുള്ളവർക്കാണെങ്കിലും വയസ്സായ ആർക്കും ഗൈഡൻസിന് വേണ്ടി യാതൊരു വിധത്തിലുള്ള സേവനങ്ങൾക്കും ഒരു ഫീസും ഏർപ്പെടുത്താതെ ഈശ്വരീയ വിശ്വവിദ്യാലയം പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. എല്ലാവർക്കും വെൽക്കുവാണ്. സ്വന്തം മനസ്സ് തുറക്കാൻ നിങ്ങൾ തയ്യാറാണോ? നിങ്ങൾക്ക് വേണ്ടി തുറന്നു തരാൻ ഈശ്വരീയ വിശ്വവിദ്യാലയവും തയ്യാറാണ്. തീർച്ചയായും ഇത് വളരെ മനോഹരമായ ഒരു പ്രശ്ന പരിഹാര മാർഗം തന്നെയാണ്. കൂടുതൽ പേർ ഈ അസുലഭമായ ഒരു അവസരം ഉപയോഗിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സിസ്റ്റർ, നമ്മൾ പിരിമുറുക്കത്തിന്റെ പല വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു. ഇന്ന് പിരിമുറുക്കത്തെക്കുറിച്ചുള്ള ഈ ചർച്ച നമ്മളിവിടെ അവസാനിപ്പിക്കുകയുമാണ്. ധ്യാനത്തെക്കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. ഇപ്പോൾ ഒരു കുറച്ച് സമയം ധ്യാനത്തിന്റെ നേരിട്ടുള്ള ഒരു അനുഭവം പ്രേക്ഷകർക്ക് വേണ്ടി, നമുക്കെല്ലാവർക്കും വേണ്ടി ഒരല്പസമയം. തീർച്ചയായിട്ടും അതിൽ നമ്മൾ കുറച്ചൊരു പ്രിപ്പറേഷൻസ് നമുക്ക് ചെയ്യേണ്ടതുണ്ട്. ആദ്യം നമ്മൾ നടുനിവർന്ന് ഇരുന്നുകൊണ്ട് നമ്മുടെ കൈകളെ കാലിൽ വിശ്രമിക്കുന്ന രീതിയിലാക്കണം. നമ്മുടെ കണ്ണുകളെ ഏതെങ്കിലും ഒരു ബിന്ദുവിൽ 2 സ്ഥൂല നേത്രങ്ങളെ വെച്ച ശേഷം ആത്മാവിന്റെ നേത്രത്തിനെ അഥവാ ബുദ്ധി എന്നുള്ള നേത്രം കൊണ്ട് കണ്ട് മനസ്സുകൊണ്ട് ഫീൽ ചെയ്തുകൊണ്ടതായിട്ടുള്ള യാത്ര. ഞങ്ങളുടെ മനസ്സും ബുദ്ധിയും ഉള്ളിലിരിക്കുന്ന ഇരുപുരികങ്ങൾക്കും മധ്യത്തിലുള്ള സ്ഥാനത്തേക്ക് ശ്രദ്ധയെ കേന്ദ്രീകരിച്ചാലും ഞാനെന്ന ആന്തരിക വ്യക്തിത്വം അഥവാ ആത്മാ ഈ ശരീരത്തിന്റെ ഭ്രൂമധ്യത്തിൽ
ഒരു ചെറിയ നക്ഷത്രം പോലെ പ്രകാശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആത്മാ, ശാന്തസ്വരൂപമാകുന്നു. ശാന്തിസാഗരനായ ഭഗവാന്റെ സന്താനമാണ് ഞാൻ. ഞാൻ ആത്മാ. എൻ്റെ സങ്കല്പത്തിൻ്റെ ഭാഷയിൽ ഭഗവാനെ എൻ്റെ സമീപത്തിലേക്ക് വിളിക്കുകയാണ്. മറ്റൊരു ദിവ്യ നക്ഷത്രം പോലെ ശാന്തിസാഗരനായ ശിവഭഗവാൻ എൻ്റെ തലയ്ക്കു മുകളിൽ പ്രത്യക്ഷനായിരിക്കുന്നു. ഞാൻ ആത്മാ. എൻ്റെ ബുദ്ധിയാകുന്ന നേത്രത്താൽ ആ പ്രകാശ സ്വരൂപത്തെ ദർശിക്കുകയാണ്. ശാന്തിസാഗരനായ ആ സർവശക്തനായ ഭഗവാനിൽ നിന്നും ശാന്തിയുടെ പ്രകാശകിരണങ്ങൾ ആത്മാവായ എന്നിൽ നിറയുകയാണ്. ഈ പ്രകാശകിരണങ്ങളേൽക്കെ എൻ്റെ ഉള്ളിൽ ഉറങ്ങിയിരിക്കുന്ന ശാന്തിയുടെ ശക്തി ഉണരുകയാണ്. ഞാൻ ആത്മാ. അതിമധുരമായ ശാന്തിയെ അനുഭവം ചെയ്യുന്നു. ഞാൻ ശാന്തസ്വരൂപമാകുന്നു. ശാന്തിയുടെ പ്രകാശകിരണങ്ങൾ ആത്മാവായ എന്നിൽ നിന്ന് എൻ്റെ ശരീരം മുഴുവൻ വ്യാപിക്കുകയാണ്. അതിമധുരമായ ശാന്തിയിൽ ഞാൻ ആത്മാ അനുഭവം ചെയ്യുന്നു. ഓം ശാന്തി. സിസ്റ്റർ, ഇത് വളരെയധികം ആഴത്തിലുള്ള ഒരു അനുഭവം തന്നെയാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ ഈ അഭ്യാസം ഈ കുറച്ച് സമയം കൊണ്ട് നമുക്ക് ഈ ശാന്തിയുടെ അനുഭവം ഉണ്ടാക്കുമെങ്കിൽ നിത്യേന ഇത് അഭ്യസിച്ചാൽ ഇതിൻ്റെ ഫലം തീർച്ചയായും വളരെ ഉയർന്നതായിരിക്കും. ഇത്രയും സമയം ഈ കാര്യങ്ങളെക്കുറിച്ചെല്ലാം മനസ്സിലാക്കി തന്നതിന്, സർവോപരി ഈ 5 നിമിഷത്തെ അഗാധമായ ശാന്തിയുടെ അനുഭവത്തിന് ഹൃദയം നിറഞ്ഞ നന്ദി. ഓം ശാന്തി. പിരിമുറുക്കങ്ങളെക്കുറിച്ചുള്ള ഇന്നത്തെ ചർച്ച നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. വളരെയധികം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ജീവിതത്തെ പിരിമുറുക്കങ്ങളിൽ നിന്ന് അഥവാ സ്ട്രെസ് എന്ന ഈ വിഷയത്തിൽ നിന്ന് മുക്തമാക്കിക്കൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകാം എന്ന് നമ്മൾ പഠിച്ചു. വളരെയധികം ഉൾക്കാഴ്ചകളിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ജീവിതത്തിൽ സാക്ഷിയായി മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയും.
ഒരു അഭിനേതാവാണെന്ന മനോഭാവത്തിൽ മുന്നോട്ട് പോകുമ്പോൾ മറ്റഭിനേതാക്കൾ എങ്ങനെ അഭിനയിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ഒരിക്കലും വേവലാതിപ്പെടാറില്ല. നിർദ്ദേശകൻ, ഡയറക്ടർ, സംവിധായകൻ എനിക്കെന്ത് റോൾ നൽകിയോ അതെത്രയും മനോഹരമായി അഭിനയിച്ച് തീർക്കാനുള്ള ആ ഒരു ചിന്ത, അതിനുള്ള ശേഷി നമ്മുടെ ഉള്ളിൽ തീർച്ചയായിട്ടുമുണ്ട്. ആ മനോഭാവത്തോടു കൂടി മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായും ജീവിതം സുന്ദരമായ അനുഭവമായി മാറും. ഏറ്റവും നല്ല രീതിയിൽ മറ്റുള്ളവരുടെ മുഴുവൻ അഭിനന്ദനം പിടിച്ചു പറ്റുന്ന രീതിയിൽ ജീവിതമാകുന്ന റോൾ അഭിനയിച്ച് തീർക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും. അതിന് നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. ഈശ്വരൻ അതിന് നമ്മോടൊപ്പം തീർച്ചയായിട്ടും ഉണ്ടാവട്ടെ. നമ്മൾ ജ്യോതിർഗമയയിൽ തീർച്ചയായും ജീവിതഗന്ധിയായ വളരെയധികം വിഷയങ്ങളെക്കുറിച്ച് വീണ്ടും സംസാരിക്കും. ഈ യാത്രയിൽ ഞങ്ങളോടൊപ്പം നിങ്ങൾ തീർച്ചയായും ഉണ്ടായിരിക്കണം. അടുത്ത ആഴ്ച വേറൊരു എപ്പിസോഡുമായി വീണ്ടും കാണുന്നതുവരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയത്തിൽ നിന്ന് നമസ്കാരം. നിങ്ങളുടെ നിർദ്ദേശങ്ങളും നിങ്ങളുടെ സംശയങ്ങളും ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം